കേബിൾ ലഞ്ചാവോ നാഷണൽ പാർക്കിനെ കുറിച്ചുള്ള ചോദ്യമാണ്. അപ്പോൾ ചോദ്യം ഏതാണ്? കേബിൾ ലഞ്ചാവോ നാഷണൽ പാർക്ക് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. അത് ഏതാണ് പിള്ളേരെ? ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മണിപ്പൂരിലാണ് അല്ലേ? മണിപ്പൂരിലാണ് കേബിൾ ലഞ്ചാവോ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലാണ് അല്ലേ? ഓക്കെ ഓക്കെ. ഈ കേബിൾ ലഞ്ചാവോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് കേബിൾ ലഞ്ചാവോയുടെ പ്രത്യേകത? നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഈ കേബിൾ ലഞ്ചാവോയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന് നമുക്ക് ഇന്നുണ്ട് ഒഴുകുന്ന ദേശീയോദ്യാനമാണ് കേബിൾ ലഞ്ചാവോ കേട്ടോ. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു പോർഷൻ തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ ശരി. നിങ്ങളുടെ എങ്ങനെ നോക്കിക്കോ. നമുക്ക് നമ്മുടെ SCERT കുറച്ച് നാഷണൽ പാർക്കുകൾ നമ്മൾ നമുക്കറിയാം SCERT ക്ലാസ്സുകൾ മാറിയിട്ടുണ്ടല്ലോ. നമുക്ക് SCERT ഇപ്പൊ നമുക്കിപ്പം ചേഞ്ച് വന്നിട്ടുള്ളത് 5 ചേഞ്ച് വന്നിട്ടുണ്ട്, 7ാം ക്ലാസ് ചേഞ്ച് വന്നിട്ടുണ്ട്, 9ാം ക്ലാസ് ചേഞ്ച് വന്നിട്ടുണ്ട്. ഇത്രയും ക്ലാസ്സുകളിലെ ടോപ്പിക്കുകൾക്ക് ചേഞ്ച് വന്നിട്ടുണ്ട്, സിലബസിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അതിലിപ്പോ നമുക്ക് 9ാം ക്ലാസ്സിൽ ഈ പറയുന്ന കുറച്ച് ദേശീയോദ്യാനങ്ങളും സംസ്ഥാനങ്ങളും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് ഒന്നുകിൽ ഡയറക്റ്റ് ചോദിക്കും, മനസ്സിലായോ? ഒന്നുകിൽ ഡയറക്റ്റ് ചോദിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ചേരുംപടി ചേർക്കാൻ ചോദിക്കും, അതുമല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പടിഞ്ഞാറൻ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഏത്, കിഴക്കൻ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഏത് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും പിള്ളേരെ ചോദിക്കും. മനസ്സിലായല്ലോ? മനസ്സിലായി. അപ്പൊ അത് പഠിക്കുന്നത് എളുപ്പമാണ്. നമ്മൾ സംസ്ഥാനമൊക്കെ ഒന്ന് നോക്കി വെച്ച് നമുക്ക് സംസ്ഥാനം നോക്കാൻ പറയുക, ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് ആ സംസ്ഥാനം വരുന്നതെന്നുള്ള രീതിയിൽ നമുക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിലാണോ കിഴക്കൻ ഹിമാലയത്തിലാണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഇല്ലേ? ഇല്ലടാ? ഉദാഹരണം നിങ്ങൾക്ക് ഇപ്പൊ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഏത് ഭാഗത്ത് നോക്കാം, നിങ്ങൾ ഏത് ഭാഗത്ത് പറയും? അത് നമ്മൾ ഹിമാലയം നോക്കുന്ന സമയത്ത് ജമ്മു കാശ്മീർ പടിഞ്ഞാറൻ ഭാഗത്താണ്. അപ്പൊ ജമ്മു കാശ്മീരിൽ വരുന്ന ഡച്ചിംഗാം നാഷണൽ പാർക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിലാണ് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ പറയുന്നത് എന്തൊക്കെയാ നോക്കാം പിള്ളേരെ. ഡച്ചിംഗാം നാഷണൽ പാർക്കിനെ കുറിച്ച് പറയുന്നു. ഡച്ചിംഗാം നാഷണൽ പാർക്ക് ജമ്മു കാശ്മീരിലാണ്, പടിഞ്ഞാറൻ ഹിമാലയത്തിലാണ്. അതുപോലെ തന്നെ ഹെമിസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്, അതും പടിഞ്ഞാറൻ ഹിമാലയത്തിലാണ്. പൂക്കളുടെ താഴ്വര എടാ സിയാച്ചിൻ പൂക്കളുടെ താഴ്വരയാണോ? സിയാച്ചിൻ പൂക്കളുടെ താഴ്വരയാണോ? റോസാപ്പൂക്കൾ സുലഭം. റോസാപ്പൂക്കൾ സുലഭം എന്നർത്ഥം വരുന്നതാണ് റോസാപ്പൂക്കൾ സുലഭം. റോസാപ്പൂക്കൾ സുലഭം എന്നറിയപ്പെടുന്നതാണ് ഏത്? ഈ പറയുന്ന നമ്മുടെ സിയാച്ചിൻ. റോസാപ്പൂക്കൾ സുലഭം എന്നറിയപ്പെടുന്നതാണ് സിയാച്ചിൻ കേട്ടോ, സിയാച്ചിൻ. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞ പൂക്കളുടെ താഴ്വര ഉത്തരാഖണ്ഡിലാണ് പൂക്കളുടെ താഴ്വര. അതുപോലെ ഈ കോർബറ്റ് നാഷണൽ പാർക്ക്, നമുക്കറിയാം കോർബറ്റ് നാഷണൽ പാർക്ക് എന്താണ്? കോർബറ്റ് നാഷണൽ പാർക്കിന്റെ പ്രത്യേകത എന്താണ്? കോർബറ്റ് നാഷണൽ പാർക്കിന്റെ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണല്ലോ. ഫസ്റ്റ് നാഷണൽ പാർക്കാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ആദ്യത്തെ നാഷണൽ പാർക്കാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഓക്കെ. ഉത്തരാഖണ്ഡിലാണ് കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. 1936 സ്ഥാപിക്കപ്പെട്ടു. ഇതിനൊരു പഴയ പേരുണ്ടല്ലേ, എന്താണ് പഴയ പേര്? കോർബറ്റ് നാഷണൽ പാർക്കിന്റെ പഴയ പേരെന്തുവാ? കോർബറ്റ് നാഷണൽ പാർക്കിന്റെ ഹെയ്ലി നാഷണൽ പാർക്ക് അല്ലേ? ഹെയ്ലി നാഷണൽ പാർക്ക്. കോർബറ്റ് നാഷണൽ പാർക്കിന്റെ പഴയ പേരാണ് ഹെയ്ലി നാഷണൽ പാർക്ക് അല്ലേ? ഹെയ്ലി നാഷണൽ പാർക്ക്. കോർബറ്റ് നാഷണൽ പാർക്കിന്റെ പഴയ പേരാണ് ഹെയ്ലി നാഷണൽ പാർക്ക്. അത് ഉത്തരാഖണ്ഡിലാണ്, പടിഞ്ഞാറൻ ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. രാജാജി നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലാണ്, അതും പടിഞ്ഞാറൻ ഹിമാലയത്തിലാണ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചോണം. നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പടിഞ്ഞാറൻ ഹിമാലയം എവിടെയാണ്, കിഴക്കൻ ഹിമാലയം എവിടെയാണ് നമുക്ക് മനസ്സിലാക്കി കിട്ടും സംഭവം. അടുത്ത കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് സിക്കിം. കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് സിക്കിമിലാണ്. കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് സിക്കിമിലാണ്. അതുപോലെ ദിബ്രു സൈക്കോവ നാഷണൽ പാർക്ക് അസമിലാണ്. നാഷണൽ പാർക്ക് എവിടെയാണ് പിള്ളേരെ? അസമിലാണ് ദിബ്രു സൈക്കോവ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കാസിരംഗ നാഷണൽ പാർക്കും അസമിലാണ്. അതുപോലെ മാനസ് നാഷണൽ പാർക്ക് അസമിലാണ്. കേബിൾ ലഞ്ചാവോ നാഷണൽ പാർക്ക് മണിപ്പൂരിലാണ്. അപ്പൊ ഇത് ഇത്രയും കിഴക്കൻ ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പിള്ളേരെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ സംസ്ഥാനം, നമുക്ക് ഈ ചോദ്യം പോലെ നമുക്ക് സംസ്ഥാനം ചോദിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ തെറ്റായ ജോഡി എന്ന് ചോദിക്കാം. മനസ്സിലായ? ഈ നാഷണൽ പാർക്ക് തന്നെ ഇത് SCERT എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പൊ ഇടുന്നത് കൊണ്ട് ഇത് തന്നെ എടുത്തിടും. മനസ്സിലായില്ലേ? ഇത് തന്നെ എടുത്ത് നിങ്ങൾക്ക് ചോദ്യമായിട്ടിടും.
ഇത് ചോദ്യമായിട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് ചോദിക്കും തെറ്റായ ജോഡി ഏതാണെന്ന്. തെറ്റായ ജോഡി എന്ന് ചോദിക്കും. അപ്പൊ അത് ഓർത്ത് വെച്ചോണം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്. ഡച്ചിങ്കാം ജമ്മു കാശ്മീർ, ഹെമിസ് ലഡാക്ക്, പൂക്കളുടെ താഴ്വര ഉത്തരാഖണ്ഡ്, കോർബറ്റ് ഉത്തരാഖണ്ഡ്, രാജാജി നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡ്, കാഞ്ചൻജംഗ സിക്കിം, ദിബ്രു സൈക്കോവ സിക്കിം, ദിബ്രു സൈക്കോവ അസം, അതുപോലെ കാസിരംഗ അസം, മാനസ് നാഷണൽ പാർക്ക് അസം, കേബിൾ ലഞ്ചാവോ മണിപ്പൂർ. കേബിൾ ലഞ്ചാവോ മണിപ്പൂർ. ഓക്കെ, അപ്പൊ ഇതൊന്ന് നല്ലപോലെ നോട്ട് ചെയ്ത് പഠിച്ചോണം കേട്ടാ. ഓക്കെ, ശരി. ഇനി അടുത്ത ചോദ്യം. ഒരു കാൾ ഇപ്പൊ വരാം, പെട്ടെന്ന് എടുത്തിട്ട് വാ. 2 ചോദ്യം അറ്റൻഡ് ചെയ്തേ. നമ്പർ ഇട്ടിട്ട് ആൻസർ കമന്റ് ചെയ്യണേ. 11, 12 നമ്പർ ഇട്ടിട്ട് ആൻസർ കമന്റ് ചെയ്യണേ. 11, 12 നമ്പർ ഇട്ടിട്ട് ആൻസർ കമന്റ് ചെയ്യണം. പന്ത്രണ്ട് സി. 11 അപ്പോഴ് 11 നിങ്ങൾ ഇതുവരെയും പഠിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പഠന രീതി ശരിയില്ല. കാരണം ഇപ്പൊ ഈ കഴിഞ്ഞ 10th പ്രിലിംസ്, 2ാം ഘട്ടം 10th പ്രിലിംസിന് ചോദിച്ച ചോദ്യമാണ് ഇത്. ഓക്കെ, ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും, അതായത് ഇപ്പൊ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ 2020 മുതൽ PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കണം. മനസ്സിലായില്ലേ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരെണ്ണം പോലും വിട്ടുകളയാതെ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പം അത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ പരീക്ഷ കഴിയുമ്പോഴും നിങ്ങൾക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അതിൽ അറിഞ്ഞാത്ത കാര്യങ്ങൾ, അസം ഹിമാലയ പർവ്വതങ്ങളിലെ ഉയരം കൂടിയ ഭാഗമേത്? അത് നംച ബർവയാണ്. 11ന്റെ ആൻസർ. നംച ബർവയാണ് 11ന്റെ ആൻസർ. ഓക്കെ, കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏത് എന്നാണ് ചോദ്യം. അത് ഓപ്ഷൻ സി കരീവ മണ്ണിനമാണ് അതിന്റെ ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, നിങ്ങൾക്ക് നിഖിൽ സാറ് നിങ്ങൾക്ക് ഹിമാലയൻ റിവേഴ്സ് എടുത്തു വരെയല്ലേ? നിഖിൽ സാർ ഹിമാലയൻ റിവേഴ്സ് എടുത്തു വരികയാണ്. സാറ് തന്നെ അപ്പോഴത്തെ ബാക്കി എടുത്ത് അതിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റിവിഷൻ എടുത്ത് തരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ബാക്കി അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും സാർ തന്നെ റിവിഷൻ എടുത്ത് തരും. ഞാൻ നിങ്ങൾക്ക് ഹിമാലയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള SCRT പോർഷൻസിലേക്ക് പോവുകയാണ് കേട്ടോ. ഹിമാലയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള SCRT പോർഷൻസ്. ഓക്കെ, ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് ചോദിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ താഴെ പറയും വിധം തരംതിരിക്കാം. അതായത് എത്രയായി തരംതിരിക്കുന്നു? 5ആയി തരംതിരിക്കുന്നു അല്ലെ? നമ്മുടെ ഇന്ത്യയെ ഭൂപ്രകൃതി അടിസ്ഥാനത്തിൽ 5ആയി തരംതിരിക്കുന്നു. എന്നാൽ കേരളത്തെ ഭൂപ്രകൃതി അടിസ്ഥാനത്തിൽ എത്രയായി തരംതിരിക്കുന്നു? കേരളത്തെ 3ആയി തരംതിരിക്കുന്നു. മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിവയാണ് നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതികൾ. ഓക്കെ, നമുക്ക് ഈ കേരളത്തിന്റെ ഭൂപ്രകൃതി എന്നും പറഞ്ഞ് PSC, കേരളത്തിന്റെ ഭൂപ്രകൃതി അല്ലാത്തത് ഏത് എന്നും പറഞ്ഞ് PSC ചോദിക്കുമ്പോൾ ഇടുന്ന ഒരു ഓപ്ഷൻ ആണ് പീഠഭൂമി എന്നൊരു ഓപ്ഷൻ. ക്ലിയർ ആണല്ലോ? പീഠഭൂമി എന്നൊരു ഓപ്ഷൻ നമുക്ക് പലപ്പോഴും ഇടാറുണ്ട്. പിള്ളേരെ, ഈ പീഠഭൂമി കേരളത്തിൽ ഉണ്ടോ ഇല്ലേ? അതൊരു ചോദ്യമാണ്. കേരളത്തിൽ പീഠഭൂമി ഉണ്ടോ ഇല്ലേ? കേരളത്തില് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ടൊരു പീഠഭൂമി ഉണ്ട്. അത് വയനാട് പീഠഭൂമിയാണ് കേട്ടോ പിള്ളേരെ. വയനാട് പീഠഭൂമിയാണ്. ഓക്കെ, എന്നാൽ കേരളത്തിന്റെ ഭൂപ്രകൃതി പറയുമ്പോൾ, കേരളത്തിന്റെ ഭൂപ്രകൃതി ഏതൊക്കെയെന്ന് പറയുമ്പോൾ അതിൽ പീഠഭൂമി ഇല്ല. മനസ്സിലായ? കേരളത്തിന്റെ ഭൂപ്രകൃതി ഈ 3 എണ്ണമാണ്. 1 മലനാട്, 2 ഇടനാട്, 3 തീരപ്രദേശം. ഇതാണ് കേരളത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. കേരളത്തിന്റെ ഭൂപ്രകൃതി ഈ 3 സാധനങ്ങളാണ്. എന്നാൽ കേരളത്തിൽ പീഠഭൂമി ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏക പീഠഭൂമി ഏന്ന് കേട്ട് കഴിഞ്ഞാൽ അത് വയനാട് പീഠഭൂമിയാണ്. വയനാട് മാത്രമല്ല, പക്ഷെ PSC സ്ഥിരമായി ചോദിക്കുമ്പോൾ വയനാടാണ്. നമ്മുടെ പാലക്കാട് ജില്ലയുടെ ഭാഗങ്ങളിലും പീഠഭൂമികളുണ്ട്. പാലക്കാട് ജില്ലയുടെ ഇവിടെ മനീഷ ഉണ്ടാടേ പീഠഭൂമി? പാലക്കാട് ഉണ്ടാ? ഉണ്ട്. മനസ്സിലായല്ലേ? പാലക്കാട് ഭാഗങ്ങളിലും എന്തുണ്ട്? പീഠഭൂമി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. നമുക്ക് ഇന്ത്യൻ ഭൂപ്രകൃതിയിലേക്ക് വരാം. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഭൂപ്രകൃതികൾ 5 എണ്ണം. ഉത്തര പർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലങ്ങൾ, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. ഇത് പറയേണ്ട ആവശ്യമില്ല, നമ്മൾ കേട്ട് തഴമ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്.
എന്നാലും ഞാൻ പറയാണ്, ഇതിട്ട് നിങ്ങളെ തെറ്റിക്കാറുണ്ട്. ഈ സാധനം ഇട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ട് ഞാൻ വെപ്രാളമാണ്. അറിയാതെ പറഞ്ഞിട്ട് ഇന്ത്യയുടെ ഭൂപ്രകൃതി അല്ലാത്തത് ഏതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഉത്തരപർവ്വത മേഖലയും ഉത്തരേന്ത്യൻ സമതലവും ഉപദ്വീപീയ പീഠഭൂമിയും ഇന്ത്യൻ മരുഭൂമിയും തീര സമതലമൊക്കെ തരുന്നതിനോടൊപ്പം തന്നെ മലനാട് ഇടനാടൊക്കെ കയറ്റിവിടും. മനസ്സിലായ? അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്ത്യയുടെ ഭൂപ്രകൃതി ചോദിച്ചിട്ട് കേരളത്തിന്റെ ഭൂപ്രകൃതി കയറ്റിവിടും, കേരളത്തിന്റെ ഭൂപ്രകൃതി ചോദിച്ചിട്ട് ഇന്ത്യയുടെ ഭൂപ്രകൃതി കയറ്റിവിടും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ എന്താ നമ്മൾ അതിനൊരു പരിഹാരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്? എന്താ നമ്മൾ പരിഹാരമായിട്ട് ചെയ്യേണ്ട? പറ. പരിഹാരം ഇല്ലാത്ത പ്രശ്നമുണ്ടോ? പരിഹാരം പറ പിള്ളേരെ. പരിഹാരമില്ല, പലഹാരമില്ല. പഠിക്കണം. ഇതൊക്കെ നിങ്ങൾ ഇനി പഠിക്കേണ്ട കാര്യമുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാന്നുള്ളതല്ലേ? എളുപ്പമുള്ള ചോദ്യമായാലും ശ്രദ്ധിച്ച് വായിക്കണം. എളുപ്പമുള്ള ചോദ്യമായാലും ശ്രദ്ധിച്ച് വായിക്കണം. എളുപ്പമുള്ള ചോദ്യമായാലും ശ്രദ്ധിച്ച് വായിക്കണം. അത്രേ ഉള്ളൂ. എളുപ്പമുള്ള ചോദ്യമായാലും ശ്രദ്ധിച്ച് വായിക്കണം എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇത് തെറ്റത്തില്ല. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ ഞാൻ പറയാൻ എന്താണെന്ന്? മനസ്സിലായി? ഓക്കെ. കാരണം ഒരുപാട് ആൾക്കാർ വന്ന് പറയണതാണ്, സാറേ സ്റ്റേറ്റ്മെന്റ് കിട്ടി, പക്ഷെ എളുപ്പമുള്ള കുറെ ഞാൻ തെറ്റിച്ചിട്ടുണ്ടോന്ന്. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. നമുക്ക് ഓരോ ചോദ്യവും ഇമ്പോർട്ടന്റ് ആണ്. തെറ്റിക്കരുത്. നല്ലപോലെ വായിക്കണം. ഓപ്ഷൻ നല്ലപോലെ വായിക്കണം. ചോദ്യം നല്ലപോലെ വായിക്കണം. സ്റ്റേറ്റ്മെന്റുകൾ നല്ലപോലെ വായിക്കണം. ഓക്കെ, ശരി. അപ്പൊ ഇത് ഇത്ര മനസ്സിലായി. ഇന്ത്യയുടെ ഭൂപ്രകൃതി 5 എണ്ണം: ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. ഓക്കെ. ഇനി അടുത്ത് നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ മലനാട്, ഇടനാട്, തീരപ്രദേശമാണ് കേരളത്തിന്റെ ഭൂപ്രകൃതി. കേരളത്തിൽ പീഠഭൂമി ഉണ്ടോ എന്ന് കേട്ട് എന്താ ചന്തയുടായത്? താമസിക്കുകയാ നെടുമങ്ങാട്? നിനക്ക് എല്ലാ ദിവസവും ഓരോ സ്ഥലം പോക്ക് തന്നെ. കേറ്. കേരളത്തിൽ പീഠഭൂമി ഉണ്ടാന്ന് കേട്ട് കഴിഞ്ഞാൽ പീഠഭൂമി ഉണ്ട്. അത് ഏതാണ് പിള്ളേരെ? വയനാടാണ്. വയനാട്. പക്ഷെ നിങ്ങളൊരു കാര്യം ഓർത്ത് വെച്ചോ, വയനാട് മാത്രമല്ല പാലക്കാട് പ്രദേശങ്ങളിലും പീഠഭൂമിയുടെ അംശങ്ങളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ ആണ്. നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ത്യയുടെ മാപ്പ് വരികയാണ്. ഒന്ന് നമുക്ക് നോക്കാം ഇവിടെ എന്താണ് ഈ കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നമുക്കിവിടെ പർവ്വത മേഖലയാണ് വരേണ്ടത്. അപ്പൊ നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പർവ്വത നിരകൾ നമുക്കിവിടെ ഈ ഒരു മാപ്പിൽ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ കാണാൻ കഴിയും. ഈ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഇന്ത്യയുടെ പർവ്വത നിരകൾ എന്ന് പറയുന്നത്. മനസ്സിലായ? ഇന്ത്യയുടെ പർവ്വത നിരകള്. അതിൽ തന്നെ നമ്മൾ പർവ്വതം എന്ന് പറയണമെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കിയേ 900 മീറ്ററിന് മുകളിൽ അല്ലേ? നമ്മൾ ഒരു പർവ്വതത്തെ പർവ്വതമായി പരിഗണിക്കണമെങ്കിൽ അതിന് ശരാശരി ഉയരം 900 മീറ്ററിൽ കൂടുതൽ ഉണ്ടാകണം അല്ലേ? ശരാശരി ഉയരം 900 മീറ്ററിൽ കൂടുതൽ ഉണ്ടെങ്കിലല്ലേ അതിനെ നമ്മൾ പർവ്വതമായി പരിഗണിക്കുന്നത്. ആണാ? പറ. ആണ്. 900 മീറ്റർ. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. 900 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളെയാണ് നമ്മൾ പർവ്വതമായി അല്ലെങ്കിൽ പർവ്വത ഭാഗമായി പരിഗണിക്കുന്നത്. എത്ര കിലോമീറ്ററിൽ കൂടുതൽ സഞ്ചരിച്ച വ്യക്തികളെയാണ് നമ്മൾ ബഹിരാകാശ സഞ്ചാരികളെ കണക്കാക്കുന്നത്? ഭൂമിയിൽ നിന്ന് നമ്മൾ എത്ര കിലോമീറ്റർ മുകളിലേക്ക് പോയാലാണ് നമ്മളൊരു ബഹിരാകാശ സഞ്ചാരിയായി മാറുന്നത്? ആർക്ക് പറയാം? നമ്മൾ എത്ര കിലോമീറ്റർ മുകളിലേക്ക് പോയാലാണ് നമ്മളൊരു ബഹിരാകാശ സഞ്ചാരിയായി മാറുന്നത്? പിള്ളേരെ, നമ്മള് 80 കിലോമീറ്റർ കടന്നാൽ 80 കിലോമീറ്റർ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ബഹിരാകാശ സഞ്ചാരിയായി. 80 കിലോമീറ്റർ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ബഹിരാകാശ സഞ്ചാരിയായി മാറിക്കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ? 100 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാർമൻ രേഖ എന്ന് പറയും. കാർമൻ രേഖ അതായത് നമ്മുടെ ഭൂമിയിൽ നിന്ന് 100 കിലോമീറ്റർ 100 കാർമൻ എന്നാണ് കാർമൻ രേഖ എന്നാണ് പറയുന്നത്. 100 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന രേഖയാണ് കാർമൻ രേഖ എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് ഈ അന്തരീക്ഷ പാളി പഠിപ്പിക്കുമ്പോൾ നമുക്ക് അതൊക്കെ നോക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് പർവ്വതങ്ങളിലേക്ക് വരാം. അവിടെ നോക്കിയാൽ പിള്ളേരെ, ഇവിടെ നോക്കാം. നമുക്ക് ഈ തവിട്ട് കളറിൽ കാണുന്നതാണ് പർവ്വതങ്ങൾ എന്ന് പറയുന്നത് പിള്ളേരെ. ഓക്കെ, ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിക്കോണം. എവിടെയൊക്കെ ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇത് ഹിന്ദുക്കുഷ്, ഇവിടെ പാമീർ പർവ്വതക്കെട്ട്, നമുക്കിവിടെ കാരക്കോറം, ലഡാക്ക്, സസ്കർ, പിന്നെ ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നത്. ഉത്തര പർവ്വത മേഖല ഇങ്ങ് കയറി ഇവിടെയൊക്കെ ഉണ്ട്. ഇത്രയും ഉണ്ട് ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നത്.
മനസ്സിലായി? ഈ കാണുന്നതാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. കണ്ടാ, ഇതിനെയാണ് നമ്മൾ പ്രധാനമായും ഉത്തരപർവ്വത മേഖല എന്നുള്ള കാര്യത്തില് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് ഉത്തരപർവ്വത മേഖല. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, ഇനി നമുക്ക് ഇത് പടം നോക്കിക്കൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല, പഠിച്ചുകൊണ്ട് പടം നോക്കിയിട്ടേ കാര്യമുള്ളൂ. ഇങ്ങോട്ട് പോവാം. ലോകത്തിന്റെ മേൽക്കൂര എന്ന് അറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച്, ലോകത്തിന്റെ എന്തെന്നറിയപ്പെടുന്ന മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ട്. ഓക്കെ, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ലോകത്തിന്റെ മേൽക്കൂര, ലോകത്തിന്റെ മേൽക്കൂര, ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമി, പാമീർ പീഠഭൂമി, പാമീർ പീഠഭൂമിയാണ് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്. ഓക്കെ, ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാം. ഭൂമിയുടെ അരിപ്പ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഞാൻ എപ്പോഴും പറഞ്ഞു തരാറുണ്ട്, ചോദിക്കുകയാണ്. ഭൂമിയുടെ അരിപ്പ, ഭൂമിയുടെ അരിപ്പ, അരിപ്പ, ഭൂമിയുടെ അരിപ്പ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? എടാ പറയടാ, പറ, ഓർത്ത് പറ. ഭൂമിയുടെ അരിപ്പ എന്താ? അരിപ്പ, ആ, ഭൂമിയുടെ അരിപ്പ കണ്ടൽക്കാടുകൾ, 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 കണ്ടൽക്കാടുകളെയാണ് ഭൂമിയുടെ അരിപ്പ എന്ന് പറയുന്നതിന്. കണ്ടൽക്കാടുകളെയാണ് ഭൂമിയുടെ അരിപ്പ എന്ന് പറയുന്നത്. ഇതൊക്കെ എത്ര തവണ പറയുന്നു പിള്ളേരെ? അരിപ്പ കണ്ട, അരിപ്പ കണ്ട, അരിപ്പ കണ്ട, അരിപ്പ കണ്ടൽക്കാട്. ഓക്കെ, ഭൂമിയുടെ ശ്വാസകോശം, ശ്വാസകോശം, ഭൂമിയുടെ ശ്വാസകോശം, ഭൂമിയുടെ ശ്വാസകോശം മഴക്കാട്, മഴക്കാടാണ് ഭൂമിയുടെ ശ്വാസകോശം. ആ, മഴക്കാട്, ഭൂമിയുടെ ശ്വാസകോശം മഴക്കാടാണ്. മഴ നനഞ്ഞാൽ ജലദോഷം വരും, ശ്വാസതടസ്സം ഉണ്ടാകും. മഴ നനഞ്ഞാൽ ജലദോഷം വരും, ശ്വാസതടസ്സം ഉണ്ടാകും. അങ്ങനെ നമുക്ക് ഓർക്കാം, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മഴക്കാടുകളെയാണ് നമുക്ക് ഓർക്കാം. ഓക്കെ അല്ലേ? എങ്കിൽ പറ, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ആമസോൺ മഴക്കാടുകളാണ്. ആമസോൺ മഴക്കാടുകളാണ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം. ആമസോൺ മഴക്കാടുകളാണ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം. ആമസോൺ റെയിൻ ഫോറസ്റ്റുകളാണ്. ഞാൻ പറയുന്നു, കേരളത്തിൽ മഴക്കാടുകളില്ല, ശരിയോ തെറ്റോ? കേരളത്തിൽ മഴക്കാടുകളില്ല, ശരിയോ തെറ്റോ? കേരളത്തിൽ മഴക്കാടുകൾ ഉണ്ടോ? കേരളത്തിൽ മഴക്കാടുകൾ ഉണ്ടോ? ഉണ്ട്, ഉണ്ട്. കേരളത്തിലെ മഴക്കാടാണ്, കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ്. ഏത്? സൈലന്റ് വാലി. ഓക്കെ, സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ്. ഓക്കെ, പാലക്കാട് ജില്ല കേരളത്തിലാണ്. കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ്. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് അഭിമാനിക്കാം കേട്ടോ. ഞാൻ എന്ത് ചെയ്യും? ഓട്ടന്നെ അങ്ങ് പാലക്കാടിന്റെ തീയും കൊണ്ടുപോവുകയാണ്. ഓക്കെ, പിള്ളേരെ, കേരളത്തിലെ മഴക്കാടാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് കേട്ടോ. ഞാൻ പറയുന്നു, ഈ ആമസോൺ മഴക്കാടുകളാണ് ഭൂമിക്ക് ആവശ്യമായ ഓക്സിജന്റെ ഭൂരിഭാഗവും നൽകുന്നത്. ശരിയോ തെറ്റോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ആമസോൺ മഴക്കാട് എവിടെ കിടക്കുന്നു? നമ്മൾ ഈ ഇന്ത്യക്കാർ എവിടെ കിടക്കുന്നു? നമ്മൾ ആമസോണിൽ നിന്നുള്ള ഓക്സിജൻ ആണോ ശ്വസിക്കുന്നത്? ആണോ? ആമസോണിൽ നിന്നുള്ള ഓക്സിജൻ ആണ്. നമ്മുടെ ഭൂമിക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജന്റെ ഭൂരിഭാഗവും ലഭിക്കുന്നത് എവിടെ നിന്നാണ്? അത് സമുദ്രത്തിൽ നിന്നാണ് പിള്ളേരെ, സമുദ്രത്തിൽ നിന്നാണ് കേട്ടോ. സമുദ്രത്തിൽ നിന്നാണ് ലഭിക്കുന്നത്, സമുദ്രത്തിൽ നിന്നാണ്. മനസ്സിലായ? നമുക്ക് ഇതൊക്കെ ചോദ്യമാണ് കേട്ടോ. ഭൂമിക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജന്റെ വലിയ പങ്കും നമുക്ക് ലഭിക്കുന്നത് സമുദ്രത്തിൽ നിന്നുള്ള ആൽഗകള്, സമുദ്രത്തിൽ നിന്നുള്ള സസ്യങ്ങൾ എന്നിവയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ആമസോൺ മഴക്കാടുകളിൽ നിന്ന് നമുക്ക് 20% ഓക്സിജൻ മാത്രമാണ് ലഭിക്കുന്നത്. ആമസോൺ മഴക്കാട് നമുക്ക് 20% ഓക്സിജൻ മാത്രം ലഭിക്കുന്നത്. ഭൂമിക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജന്റെ ഏറിയ പങ്ക് നമുക്ക് ലഭിക്കുന്നത് സമുദ്രങ്ങളിൽ നിന്നാണ്. അത് ആൽഗകളിൽ നിന്നും സമുദ്ര സസ്യങ്ങളിൽ നിന്നുമാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ചാടി കയറി ആമസോൺ മഴക്കാടാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ക്ലിയർ ആണല്ലോ? അപ്പൊ മേൽക്കൂര, ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമിയാണ്. ഭൂമിയുടെ അരിപ്പ എന്നറിയപ്പെടുന്നത് കണ്ടൽക്കാടുകളാണ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മഴക്കാടുകളാണ്.
ഇനിയുണ്ട് ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങളെയാണ്. തണ്ണീർത്തടങ്ങളെയാണ് ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത്. തണ്ണീർത്തടങ്ങളെയാണ് നമ്മൾ വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്നത്. വെറ്റ്ലാൻഡ്സ്. ലോക തണ്ണീർത്തട ദിനം ആരാധ്യം കമന്റ് ചെയ്യും. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കാനുള്ള അന്താരാഷ്ട്ര ഉടമ്പടി. റംസാർ ഉടമ്പടി. തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കാനുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി. ഓക്കെ. തണ്ണി അടിച്ച് വൃക്ക കംപ്ലൈന്റ് ആയെന്ന് ഓർത്താൽ മതി. മനസ്സിലായ? തണ്ണി അടിച്ച് വൃക്ക കംപ്ലൈന്റ് ആയെന്ന് ഓർത്താൽ മതി. നമുക്ക് കിട്ടും തണ്ണീർത്തടത്തെ വൃക്ക എന്നറിയപ്പെടുന്നു. മനസ്സിലായ? അപ്പൊ ഭൂമിയുടെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമി. ഭൂമിയുടെ അരിപ്പ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പീഠഭൂമി. അരിപ്പ എന്നറിയപ്പെടുന്നത് കണ്ടൽക്കാട്. ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മഴക്കാടുകളെയാണ്. എന്നാൽ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ആമസോൺ മഴക്കാടുകളാണ്. ഓക്കെ. ഇനി കേരളത്തിലെ ഒരേ മഴക്കാടാണ് സൈലന്റ് വാലി. ഭൂമിക്ക് ആവശ്യമായ ഓക്സിജന്റെ ഏറിയ പങ്ക് ലഭിക്കുന്നത് സമുദ്രത്തിൽ നിന്നാണ്. സമുദ്രത്തിൽ നിന്നുള്ള സമുദ്ര സസ്യങ്ങളിൽ നിന്നും ആൽഗകളിൽ നിന്നുമാണ് നമുക്ക് ആ ഓക്സിജൻ ലഭിക്കുന്നത്. ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടമാണ്. തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കാനുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി. ഒരു ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഈ ഭൂമിയും ലോകവും ഒന്നാണോ? ഭൂമിയും ലോകവും സെയിം ആണോ? എത്ര പേര്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഭൂമിയും ലോകവും ഒന്നാണോ? എന്താണ് വ്യത്യാസം? ഭൂമിയും ലോകവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താണ് വ്യത്യാസം? നോക്കിയോ. ആകാശം, കടല്, സമുദ്രം, കരഭാഗം, ഇതെല്ലാം ചേർന്നതിനെയാണ് ഭൂമി എന്ന് പറയുന്നത്, അല്ലേ? ആകാശമുണ്ട്, സമുദ്രഭാഗമുണ്ട്, കരഭാഗമുണ്ട്, ഇതെല്ലാം ചേർന്നതിനാണ് ഭൂമി എന്ന് പറയുന്നത്. ലോകം എന്ന് പറഞ്ഞാൽ മനുഷ്യവാസമുള്ള കരഭാഗത്തെയാണ് ലോകം എന്ന് പറയുന്നത്. മനസ്സിലായ? മനുഷ്യവാസമുള്ള കരഭാഗത്തെയാണ് ലോകം എന്ന് പറയുന്നത്. മനസ്സിലായ? മനുഷ്യവാസമുള്ള കരഭാഗത്തെയാണ് എന്ത് പറയുന്നത്? ലോകം എന്ന് പറയുന്നത്. ലോകം വേറല്ലേ? ഓക്കെ. ഈ വ്യത്യാസമുണ്ട്. ലോകം വേറെയാണ്, ഭൂമി വേറെയാണ്. ഭൂമി എന്ന് പറഞ്ഞാൽ ആകാശവും കടലും കരഭാഗവും എല്ലാം ചേർന്നതാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. ലോകം എന്ന് പറഞ്ഞാൽ മനുഷ്യവാസമുള്ള കരഭാഗത്തെയാണ് ലോകം എന്ന് പറയുന്നത്, കേട്ടാ. ഓക്കെ, ശരി. അപ്പൊ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കിഴക്കൻ അതിരായ ഉത്തര പർവ്വത മേഖല. ഓക്കെ, അപ്പൊ ഉത്തര പർവ്വത മേഖല എവിടെ മുതൽ എവിടം വരെ എന്നാണ് നോക്കേണ്ടത്? ഓക്കെ, ഉത്തര പർവ്വത മേഖല നമുക്കിവിടെ നോക്കുമ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഭാഗം വരെ നീണ്ടു കിടക്കുന്ന ഒരു ഭാഗമാണ് ഏത് പിള്ളേരെ? ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നത്. മനസ്സിലായത്? അല്ല, ഇവിടെ നിന്ന് ഇങ്ങനെ ആരംഭിച്ചിട്ട് ഈ ഒരു ഭാഗം വരെ വ്യാപിച്ച് കിടക്കുന്നു. അപ്പൊ നമുക്കത് പോയിന്റ് ആയിട്ട് പഠിക്കുമ്പോൾ എവിടെ നിന്നാണ്? പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ആരംഭിച്ച് അല്ലെങ്കിൽ ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കിഴക്കൻ അതിരായിട്ടുള്ള ഉത്തര പർവ്വത മേഖല. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്? ഓക്കെ, ശരി. അടുത്ത, താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമായ ഈ പർവ്വത നിരകൾ ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട വടക്ക് പർവ്വതങ്ങളാണിവ. മനസ്സിലായോ? അതായത് ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് നമ്മൾ ഈ വടക്ക് ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് ഇന്നലെ പറഞ്ഞു തന്നായിരുന്നു. ഈ വടക്ക് പർവ്വതങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം ഫസ്റ്റ് പ്രിലിംസിന് വന്നപ്പോഴേ, അതായത് ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടങ്ങി മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട്. ഓക്കെ, ഈ ഒരു പ്രക്രിയയാണ് വലനം അല്ലെങ്കിൽ ഫോൾഡിംഗ് എന്ന പ്രക്രിയ. ഓക്കെ, മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത് ഈ ഒരു പ്രക്രിയ വഴിയാണ്. ഹിമാലയം മടക്ക് പർവ്വതമാണ്, ആൽപ്സ് മടക്ക് പർവ്വതമാണ്,
അതുപോലെ അറ്റ്ലസ് ഒക്കെ നമ്മൾ പറഞ്ഞത് ഹിമാലയം, ആൽപ്സ്, അറ്റ്ലസ് ഒക്കെ എന്താണ്ടാ മടക്ക് പർവ്വതങ്ങളാണ്. നമ്മൾ പറഞ്ഞു നടത്തിയ കാര്യങ്ങളാണ്. ഓക്കെ, ആരവല്ലിയൊരു മടക്ക് പർവ്വതമാണ്, ആരവല്ലിയൊരു മടക്ക് പർവ്വതമാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയാണ് പിള്ളേരെ, പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഉത്തര പർവ്വത മേഖലയ്ക്ക് 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. പിള്ളേരെ ഇതാണ്ട നദികൾ, ഇവിടെ നദിയുടെ പേര് കൊടുത്തിട്ടില്ല, നമുക്ക് വേറെ ഫോട്ടോ എടുക്കാം. ഇവിടെ നോക്കാം, ഇവിടെ നദിയുടെ പേര് കൊടുത്തിട്ടില്ല. ഇവിടെ നോക്കിയോടാ, ഇതാണ്ട ഇവിടെ നിന്നാണ് നമുക്ക് തുടങ്ങുന്നത്. ഏതാണ്ട ഈ ഒരു ഭാഗത്താണ് സിന്ധു നദി, ഇവിടെയാണ് സിന്ധു നദി, ഇവിടെയാണ്. ഇതാണ്ട ബ്രഹ്മപുത്ര നദി ദാണ്ട ഈ ഭാഗത്താണ്. മനസ്സിലായ? അപ്പൊ ഈ ഒരു ഭാഗത്തെയാണ് നിങ്ങൾ ഇത് ചോദിക്കും. സിന്ധു നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഈ പറയുന്ന ഉത്തര പർവ്വത മേഖല എന്ത് ചെയ്യുന്ന പിള്ളേരെ സ്ഥിതി ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഉത്തരപർവ്വത മേഖല. ഇനി ഇവിടെ പറയുന്ന പോയിന്റുകളിൽ ഇമ്പോർട്ടന്റ് ഞാൻ പറഞ്ഞുതരാം. 2400 കിലോമീറ്റർ നീളം, 2400 കിലോമീറ്റർ നീളം. ഓക്കെ, അതുപോലെ തന്നെ ശരാശരി വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 150 മുതൽ 400 കിലോമീറ്റർ വരെ ശരാശരി വീതി. 150 മുതൽ 400 കിലോമീറ്റർ വരെ ശരാശരി വീതിയുണ്ട്. ഏതൊക്കെ നദികൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പറ, ഏതൊക്കെ നദികൾക്ക്? പടിഞ്ഞാറ് എന്ന് പറയുമ്പം ഈസ്റ്റ് ആണോ വെസ്റ്റ് ആണോ? ഈസ്റ്റ് ആണോ വെസ്റ്റ് ആണോ? ഈ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഒക്കെ പറയാൻ അറിയാവോ നിങ്ങൾക്ക്? നോർത്ത് എന്ന് പറഞ്ഞ് നോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോർത്ത് എന്ന് പറഞ്ഞാൽ വടക്ക്. നോർത്ത് എന്ന് പറഞ്ഞാൽ വടക്ക്. വീണ്ടും മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തര മേഖല, ഉത്തരം. ഓക്കെ, അതുപോലെ ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്ക്. വീണ്ടും മലയാളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്ട? പൂർവം. ഓക്കെ, അടുത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പടിഞ്ഞാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ പശ്ചിമം. അതുപോലെ സൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പിള്ളേരെ? സൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തെക്കാണ്. വീണ്ടും നമ്മൾ മലയാളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ദക്ഷിണം. ഓക്കെ, കണ്ട? NEWS ന്യൂസ് ആയി മാറി അല്ലേ? NEWS ന്യൂസ് ആയി മാറി. ഓക്കെ, ന്യൂസിന്റെ പൂർണ്ണരൂപം എന്തെന്നറിയാമോ? ന്യൂസിന്റെ പൂർണ്ണരൂപം നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ഇനി ഒരു സാധനം കൂടെ ഉണ്ട്, പേപ്പറിന്റെ പൂർണ്ണരൂപം വാക്ക് പറയാം. ന്യൂസ് പേപ്പറിന്റെ പൂർണ്ണരൂപം നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. PA പബ്ലിക്, അതോറിറ്റി, പോലീസ്. ഓരോ വാക്കുകൾ ചുമ്മാ എടുത്തുകയാണ്. ആർക്ക് പറയാടാ? പേപ്പറിന് ഗൂഗിളിൽ പോയി നോക്കാതെ ആർക്ക് പറയാം? പേപ്പറിന്റെ പൂർണ്ണരൂപം ആർക്ക് പറയാം? ഞാൻ ഒന്ന് സഹായിച്ചു തരാം. ഫുൾ ഫോം ന്യൂസ് പേപ്പറിന് ഫുൾ ഫോം ഉണ്ട്. നോക്കിയോ, ഫുൾ ഫോം ഞാൻ പറഞ്ഞുതരാവേ. ഞാൻ സഹായിച്ചു തരാം. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ഈ P എന്ന് പറഞ്ഞാൽ പാസ്റ്റ്. ആണ്. ഈ R കൂടെ സഹായിച്ചു തരാം. R എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടാണ്. റിപ്പോർട്ട്സ്. കിട്ടണില്ല. പാസ്റ്റ് ആൻഡ് പ്രസന്റ്. ഈ എന്താ? ഈവൻസ്. ഓക്കെ പിള്ളേരെ, ഇതാണ് ന്യൂസ് പേപ്പറിന്റെ പൂർണ്ണരൂപം. മനസ്സിലായ? നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. പാസ്റ്റ് ആൻഡ് പ്രസന്റ്, ഈവൻസ്, റിപ്പോർട്ട്സ്. അതാണ് എന്ത്? ന്യൂസ് പേപ്പറിന്റെ പൂർണ്ണരൂപം. ഇങ്ങനെ ഒരു പൂർണ്ണരൂപം ന്യൂസ് പേപ്പറിനുണ്ട്. ന്യൂസ് പേപ്പറിന്റെ പൂർണ്ണരൂപം നമുക്ക് ചോദിക്കത്തില്ല, എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണത്. മനസ്സിലായ? പക്ഷെ നിങ്ങൾക്ക് ചോദിക്കും, നമ്മുടെ എസ്റ്റേറ്റുകളിൽ എത്രാമത്തെ എസ്റ്റേറ്റ് ആണ് ന്യൂസ് പേപ്പർ എന്ന് ചോദിക്കും.
ന്യൂസ് പേപ്പർ എത്രാമത്തെ എസ്റ്റേറ്റ് ആണ്? ന്യൂസ് പേപ്പർ എത്രാമത്തെ എസ്റ്റേറ്റ് ആണ്? ന്യൂസ് പേപ്പർ 4ാമത്തെ എസ്റ്റേറ്റ് ആണ്. 4ാമത്തെ 4th എസ്റ്റേറ്റ് ആണ് ന്യൂസ് പേപ്പർ അല്ലെ? 4th എസ്റ്റേറ്റ് ആണ് ന്യൂസ് പേപ്പർ. ഓക്കെ, ഫസ്റ്റ് എസ്റ്റേറ്റ് ഏതാണ്? ഫസ്റ്റ് ജനാധിപത്യത്തിന്റെ 4 എസ്റ്റേറ്റുകൾ ഫസ്റ്റ് ഏതാണ്? ഫസ്റ്റ് എസ്റ്റേറ്റ് ഏതാണ്? ഫസ്റ്റ് എസ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് ആണ്, അതായത് നിയമനിർമ്മാണമാണ്. ആ നിയമനിർമ്മാണ വിഭാഗത്തെ ലെജിസ്ലേറ്റീവിനെയാണ് ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് എസ്റ്റേറ്റ് ഏതാ? സെക്കൻഡ് എസ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്സ് ആണ്, കാര്യനിർവഹണ വിഭാഗമാണ് സെക്കൻഡ് എസ്റ്റേറ്റ്. തേർഡ് എസ്റ്റേറ്റ് ജുഡീഷ്യറി ആണ്, നീതിന്യായ വിഭാഗം ജുഡീഷ്യറി ആണ് തേർഡ് എസ്റ്റേറ്റ്. ഇതാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ എസ്റ്റേറ്റുകൾ. ഫസ്റ്റ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് നിയമനിർമ്മാണ വിഭാഗം അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ്. സെക്കൻഡ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗം, ഉദ്യോഗസ്ഥർ. നിങ്ങൾ ഈ സെക്കൻഡ് എസ്റ്റേറ്റിലേക്ക് എത്താനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായ? സെക്കൻഡ് എസ്റ്റേറ്റിലേക്ക് എത്താനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ ഏതിലേക്ക് എത്താനായിട്ട്? എക്സിക്യൂട്ടീവ് ആകാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, തേർഡ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുഡീഷ്യറി ആണ്, നീതിന്യായ വിഭാഗമാണ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നതാണ് ഏത്? മീഡിയ. ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് മീഡിയ ആണ്, പത്രമാധ്യമങ്ങളാണ്. പത്രമാധ്യമങ്ങളെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിളിച്ചത് ആരാ? പത്രമാധ്യമങ്ങളെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിളിച്ചത് ആരാ? എഡ്മണ്ട് ബ്രൂക്ക് ആണ് പത്രമാധ്യമങ്ങളെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിളിച്ചത്. എഡ്മണ്ട് ബ്രൂക്ക് ആണ്. ഓക്കെ, ശരി. അപ്പൊ പിള്ളേരെ ഇതൊക്കെ ഒന്ന് നിങ്ങൾ ഇതൊന്നും ഈ ന്യൂസ് പേപ്പറൊക്കെ നിങ്ങൾക്ക് ഒന്ന് ഓർത്തിരിക്കാവുന്നേ ഉള്ളൂ, അതൊന്നും ചോദിക്കാൻ പോണില്ല. ചിലപ്പോൾ വേണമെങ്കിൽ ഇംഗ്ലീഷ് പരീക്ഷയൊക്കെ ചിലപ്പോൾ കയറി ചോദിച്ചില്ല കേട്ടാ. ഓക്കെ, ക്ലിയർ ആണ്. ചിലപ്പോൾ വളരെ റയർ ആയിട്ട് ഇംഗ്ലീഷ് ഒക്കാവറി എന്ന് വേണമെങ്കിൽ ചോദ്യം വരാം, അല്ലാതെ ചാൻസ് ഇല്ല. പക്ഷെ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് എസ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ്, സെക്കൻഡ് എസ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്, തേർഡ് എസ്റ്റേറ്റ് ജുഡീഷ്യറി ആണ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രമാധ്യമങ്ങളാണ്. പത്രമാധ്യമങ്ങളെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിളിച്ചത് എഡ്മണ്ട് ബ്രൂക്ക് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ പിള്ളേരെ? ഓക്കെ.